ഞാൻ വഹിക്കുന്നാലുമേ എൻ ഗീതം എന്നുമേ നിന്നോടൻ ദൈവമേ നിന്നോടൻ ദൈവമേ ഞാൻ ചേരട്ടെ. ആശ്വാസമേ എനിക്കേറെ തിങ്ങിടുന്നു വിശ്വാസക്കണ്ണാൽ ഞാൻ നോക്കിയിരുന്നു. ആശ്വാസമേ എനിക്കേറെ തിങ്ങിടുന്നു വിശ്വാസക്കണ്ണാൽ ഞാൻ നോക്കിയിരുന്നു. ദൈവനാമം ഈ പകൽക്കാലം മഹത്വപ്പെടുമാറാകട്ടെ. കഴിഞ്ഞ 83 പരം വർഷങ്ങൾ ഈ ഭൂമിയിൽ ജീവിച്ച് ദൈവം കൊടുത്ത ആയുസ് ധന്യകരമായ ജീവിതം നയിക്കുവാൻ, ദൈവസഭയ്ക്ക് ബന്ധുജനങ്ങൾക്ക് ദേശത്തിനൊക്കെ അനുഗ്രഹമായി വർദ്ധിക്കുവാൻ ദൈവപ്രിയ മാതാവിനെ സഹായിച്ചു. ദൈവത്തിന്റെ സമയമായപ്പോൾ കഴിഞ്ഞ ചൊവ്വാഴ്ച വൈകിയ സമയത്ത് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് പ്രിയമാതാവിനെ ചേർക്കുവാനിടയായി തീർന്നു. ഇന്ന് പോൽക്കാലം ഈ അതേ ഹല്ലേലൂയ ശുശ്രൂഷകൾക്കായി നാം ഇവിടെ കടന്നു വന്ന് ഈ മൃതദേഹം ഇവിടെ നിന്നെടുത്തു. തുടർന്ന് നാം ഭവനത്തിലേക്കും അവിടെ നിന്ന് ഹല്ലേലൂയ സുബത്തേരിലേക്ക് നാം ശുശ്രൂഷകൾക്കായിട്ട് കടന്നു പോകുന്നു. ദൈവത്തിന്റെ വലിയ കൃപ ഇന്ന് പോൽക്കാലം നമ്മോട് കൂടെ ഇരിക്കേണ്ടതിന്, പ്രത്യേകിച്ച് വേദനയിലായിരിക്കുന്ന ദുഃഖത്തിലായിരിക്കുന്ന കുഞ്ഞുങ്ങളെ കുടുംബാംഗങ്ങളെ ദൈവം ആശ്വസിപ്പിക്കേണ്ടതിന്, തുടർന്ന് നടക്കുന്ന എല്ലാ ശുശ്രൂഷകളിലും ദൈവത്തിന്റെ ആത്മാവിനെ സകലവും പരിശു നടത്തേണ്ടതിന്, ഹല്ലേലൂയ കാലാവസ്ഥ ദൈവം നമുക്ക് അനുകൂലമാക്കി നൽകി തരേണ്ടതിന്, അങ്ങനെ ദൈവ സാന്നിധ്യം നമ്മോട് കൂടെ ഇരിക്കേണ്ടതിന് നമുക്ക് ദൈവത്തോടെ പ്രാർത്ഥിക്കാം. നാം എല്ലാവരും പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ അതേ ചർച്ചിന്റെ ചിത്തോഗ്ര സെഷന്റെ ചുമതല വഹിക്കുന്ന പ്രിയ ദേവദാസൻ പശ്ചിമാവൻ പറീസ് അവരുടെ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അങ്ങയുടെ പരിശുദ്ധ നാമത്തിന് ഞങ്ങൾ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഞങ്ങളുടെ വാത്സല്യ മാതാവ് കഴിഞ്ഞ 83 പരം വർഷം കർത്താവേ ഭൂമിയിൽ ജീവിപ്പാനായിട്ടിടയായി. കർത്താവേ, ഒരു കുടുംബിനിയായിട്ട്, കർത്താവേ മക്കളുടെ അമ്മയായി, കർത്താവേ അറിഞ്ഞ സത്യത്തിന് കർത്താവെ നിലനിന്ന് നിന്നെ സേവിപ്പാനായിട്ടിടയായി തീർന്നല്ലോ. കർത്താവെ, ദൈവസഭയ്ക്ക് ആശ്വാസമായ അനേക ദൈവമക്കൾക്ക് താൻ താങ്ങും തണലുമായി നിൽക്കുവാനിടയായി. എന്നാൽ അങ്ങയുടെ സമയമായപ്പോൾ കർത്താവിന്റെ ദാസിയെ സ്വർഗീയ ഭവനത്തിലേക്ക് അവിടുന്ന് വിളിച്ചു ചേർത്തതുകൊണ്ട് നന്ദിയോടെ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ദുഃഖത്തിലായിരിക്കുന്ന പ്രിയ മക്കളെയും കൊച്ചുമക്കളെയും മരുമക്കളെയും എല്ലാവരെയും ദൈവം ആശ്വസിപ്പിക്കണം. തന്റെ സഹോദര കുടുംബങ്ങളെ ഓർക്കുന്നു, സഭാജനത്തെ ഓർക്കുന്നു, ബന്ധുമിത്രാദികളെ തലകളെ വണക്കിയിരിക്കുന്ന ഞങ്ങളെ എല്ലാവരെയും അവിടെ അനുഗ്രഹിക്കണമേ. മാനുഷ്യമായി ഉണ്ടായ വേർപാടിന്റെ ദുഃഖം അവിടെ ഹൃദയത്തിൽ മാറുവാൻ ദൈവത്തിന്റെ നിത്യമായ വചനം കൊണ്ട് ദൈവം ജനത്തെ ആശ്വസിപ്പിക്കേണ്ടതായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ഭൗതിക ശരീരമായി ഞങ്ങൾ തുടർന്ന് ഭവനത്തിലേക്ക് കടന്നു പോകുന്നു. അവിടെ യാത്രയിൽ കൂടിയിരിക്കണം. അവിടെ ചെന്ന് നടക്കേണ്ട എല്ലാ ശുശ്രൂഷയിലും ദൈവ സാന്നിധ്യം ഉണ്ടാകണം. പ്രകൃതി ഞങ്ങൾക്ക് അനുകൂലമാക്കി നൽകണം. കർത്താവിന്റെ ദാസന്മാര്, കർത്താവെ കടന്നു വരേണ്ട എല്ലാ പ്രിയപ്പെട്ടവരും കടന്നവരും അനുഗ്രഹിക്കപ്പെട്ട യാത്രയേപ്പ് തന്റെ ഭൗതിക ശരീരത്തിൽ നൽകുവാൻ കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് എല്ലാത്തിലുപരി അങ്ങയുടെ നാമം മഹത്വപ്പെടാൻ അവിടുന്ന് കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം. സ്വർഗ്ഗസ്ഥനായ പിതാവേ, പിതാവായ ദൈവത്തിന്റെ സ്നേഹം യേശു ക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ നിരന്തരമാകുന്ന കൂട്ടായ്മ ഇന്ന് വന്ന് പ്രാർത്ഥിച്ച സകല വിഷയങ്ങളുടെ പേരും
ആ വേർപാട് ദുഃഖത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ മേലും ഇന്നും ഇന്ന് കർത്താവിന്റെ വരവോളം ഉണ്ടായിരിക്കുമാറാകട്ടെ. ദാസൻ യാക്കോബെ പോൽ രാക്കാലത്തിൽ വൻകാട്ടിൽ കല്ലിന്മേൽ ഉറങ്ങുകിൽ എൻ സ്വപ്നത്തിലുമേ നിന്നോടൻ ദൈവമേ നിന്നോടൻ ദൈവമേ ഞാൻ ചേരട്ടെ. നീ എന്നെ നടത്തും പാതയെല്ലാം വിണ്ണെത്തും ഏണി പോൽ പ്രകാശമാം ദൂതർ വിളിക്കുന്ന നിന്നോടൻ ദൈവമേ നിന്നോടൻ ദൈവമേ ഞാൻ ചേരട്ടെ. സങ്കീർത്തനക്കാരൻ തന്റെ ജീവിതാനുഭവത്തിൽ പാടിയതുപോലെ ഞാൻ യഹോവയുടെ കാലത്തും വാഴ്ത്തും അവരുടെ സ്തുതി എപ്പോഴും എന്റെ നാടിന്മേലിരിക്കുമെന്ന് തന്നോട് ചേർന്ന് കർത്താവേ ഞങ്ങൾക്ക് ഞങ്ങളുടെ കർത്താവിനെ സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാനും സ്വർഗ്ഗത്തിലെ ദൈവമേ ഏത് അവസരങ്ങളിലും അങ്ങനെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങൾ നൽകിയ നല്ല ഭാഗ്യപദവിക്കായി ഞങ്ങൾ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു, കർത്താവിനെ സ്തുതിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ വാത്സല്യ മാതാവ് നീണ്ട 83 വർഷക്കാലം ഈ ഭൂമിയിൽ ജീവിക്കുവാൻ സ്വർഗ്ഗത്തിലെ ദൈവം എന്ന മകൾക്ക് കർത്താവ് ഭാഗ്യം നൽകി. സുഖ ദുഃഖ സമ്മിശ്രമായ ജീവിതാനുഭവങ്ങളിൽ ജീവിച്ചു. കർത്താവെ അങ്ങ് തന്നെ ഏൽപ്പിച്ച എല്ലാ ശുശ്രൂഷകളും പൂർത്തീകരിച്ച് കർത്താവെ വിശ്വസ്തമായി കർത്താവിന് വേണ്ടി നിലകൊള്ളുവാൻ സ്വർഗം ഒരുക്കുന്ന നല്ല അവസരങ്ങളെ ഞങ്ങൾ നന്ദിയോടെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ സമയമായപ്പോൾ പ്രിയമകളെ കർത്താവെ ഇമ്പങ്ങളുടെ പ്രതീക്ഷയിലേക്ക് വിളിച്ചു ചേർക്കുവാൻ അവിടുത്തെ പ്രസാദമായതിനാൽ ഞങ്ങൾ നന്ദിയോടെ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. ആദ്യോടൊന്നും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്നെ ഞങ്ങളെ ഭരിച്ചു നടത്തണമേ, എല്ലാ മഹത്വവും പങ്കെടുക്കണമേ. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു, ദയതോന്നി നീ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണം സ്വർഗ്ഗീയ നല്ല പിതാവേ. ഒരിക്കലേ
കഴിഞ്ഞ 83 വർഷങ്ങൾ ദൈവം കൊടുത്തതായ ആ ആയുസ് വളരെ ഫലപ്രദമായി ഈ ഭൂമിയിൽ ജീവിച്ച് നല്ലൊരു മകളായി, സഹോദരിയായി, മാതാവായി, നല്ലൊരു ദൈവഭക്തയായി ഒക്കെ ഈ ലോകത്തിൽ ജീവിച്ച് ദൈവത്തിന്റെ സമയമായപ്പോൾ ദൈവസന്നിധിയിലേക്ക് ചേർക്കപ്പെട്ട പ്രിയ മാതാവിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. മരണം എന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അത് എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിൽ സംഭവിക്കുന്ന, കടന്നു വരുന്ന ഒരു യാഥാർത്ഥ്യമാണ്. നാം എല്ലാവരും ഒരു ദിവസം ഈ വഴിയെ പോയേ മതിയാവും. അനുഗ്രഹീത ദൈവദാസന്മാർ, അതെ പ്രിയപ്പെട്ടവരൊക്കെ ഇതുപോലെ കാലം നമ്മുടെ നടുവിൽ കടന്നു വന്നിട്ടുണ്ട്. അവർക്കൊക്കെ സന്ദേശങ്ങൾ പറയുവാൻ, അനുശോചന വാക്കുകൾ രേഖപ്പെടുത്തുവാനൊക്കെയുള്ള സമയം തുടർന്ന് വേർതിരിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നു. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. വിശ്വസ്തയോടെ ദൈവത്തെ സേവിച്ച് എല്ലാവരാലും നല്ല സാക്ഷ്യം പ്രാപിച്ച പ്രിയകുഞ്ഞമാമയാണ് കർത്തൃസന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടിരിക്കുന്നത്. പതാലിൽ ഫാമിലിയിലുള്ള എല്ലാ പ്രിയപ്പെട്ടവരും കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് വളരെ അനുഗ്രഹീതമായ നിലയിൽ ജീവിക്കുന്നവരാണ് എന്നുള്ളത് ഓർക്കുമ്പോൾ ഞാൻ കർത്താവിനെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ഒരു കുഞ്ഞമ്മാമ ജീവിതത്തിൽ കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുകയും കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുകയും വിശുദ്ധിയോടും നിർമ്മലതയോടും വിശ്വാസ സത്യങ്ങൾക്ക് ഒത്തവണ്ണം കർത്താവിനെ സേവിച്ച ഒരു സഹോദരിയാണ് എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പ്രിയ കുഞ്ഞമ്മാമയ്ക്ക് ദൈവം കൊടുത്ത ധന്യമായ ജീവിതത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. മരണാനന്തര ജീവിതത്തെക്കുറിച്ച് അനേകർക്കും വ്യക്തമായൊരു കാഴ്ചപ്പാടില്ലാതെ ഇരിക്കുമ്പോൾ മരണാനന്തര ജീവിതത്തെക്കുറിച്ച് വ്യക്തമായ അറിവ് നൽകുന്ന ഏക പുസ്തകമാണ് വിശുദ്ധ വേദപുസ്തകം. പലരും ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, മരണത്തോടുകൂടി എല്ലാം തീരുകയില്ല, പിന്നെ അതിനുശേഷം ഒന്നുമില്ലല്ലോ. വിശുദ്ധ വേദപുസ്തകത്തിൽ, യോബിന്റെ പുസ്തകത്തിൽ ഇങ്ങനെ ഒരു ചോദ്യമുണ്ട്, മനുഷ്യൻ പ്രാണനെ വിട്ടാൽ പിന്നെ അവൻ എവിടെ? ഇത് നാം എല്ലാവരും ചിന്തിക്കേണ്ട ഒരു ചോദ്യമാണ്. അതിൻ്റെ ഉത്തരം സഭാപ്രസംഗങ്ങളുടെ പുസ്തകത്തിൽ നമുക്ക് വായിപ്പാനായിട്ട് കഴിയും. പൊടി പണ്ടായിരുന്നത് പോലെ പൊടിയിലേക്ക് തിരികെ ചേരും, മണ്ണിലേക്ക് തിരികെ ചേരും. എന്നാൽ ആത്മാവ് അതിനെ നൽകിയ ദൈവത്തിൻ്റെ അടുത്തേക്ക് മടങ്ങിപ്പോകും. ഈ ശരീരത്തിലുള്ള എല്ലാ ഘടകങ്ങളിലും മണ്ണിൽ നിന്നെടുത്തിട്ടുള്ളതാകയാൽ അത് മണ്ണിലേക്ക് തിരികെ ചേരുമെന്നാൽ നമുക്ക് നൽകിയിരിക്കുന്ന ആത്മാവ് അത് അനശ്വരമാണ്, ഒരിക്കലും മരിക്കുന്നില്ല. ആത്മാവ് അതിൻ്റെ ഉടയവനായ അതിനെ നൽകിയ ദൈവത്തിൻ്റെ അടുത്തേക്ക് മടങ്ങിപ്പോകും എന്ന് വിശുദ്ധ വേദപുസ്തകം നമ്മെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. കർത്താവിൻ്റെ കാഹളം ധ്വനിക്കുമ്പോൾ പ്രിയ കോടാനുകൂടി വിശുദ്ധന്മാർ ഉയരത്തിൽ നിൽക്കുന്ന ഉയർപ്പിൻ്റെ സുപ്രഭാതത്തിൽ പ്രിയ കുഞ്ഞമ്മാമയെ നമുക്കിവിടെ കാണാമെന്നുള്ള വലിയ പ്രത്യാശയാണ് നമ്മുടെ ഹൃദയങ്ങളിൽ വസിക്കുന്നത്. പൗലോസ് ഇങ്ങനെ എഴുതുന്നു, ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളുവീൻ. അതുകൊണ്ട് നമ്മെ വിട്ട് കർത്തൃസന്നിധിയിലേക്ക് ചേർക്കപ്പെട്ട പ്രിയപ്പെട്ടവരെ കുറിച്ച് നാം വേദനിക്കുകയും ദുഃഖിക്കുകയും ചെയ്യേണ്ട ആവശ്യമില്ല.
കാരണം അവർ ഉറക്കത്തിലേക്ക്, വിശ്രമത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഉറക്കത്തിൽ നിന്ന് ഉണർന്ന ഒരു ദിവസമുണ്ട്. അതെപ്പോഴാണെന്ന് ചോദിച്ചാൽ കർത്താവിൻ്റെ കാഹളം ധ്വനിക്കുമ്പോൾ. അങ്ങനെ കർത്താവിൻ്റെ കാഹളം ധ്വനിക്കുന്ന ആ ഉയർപ്പിൻ്റെ സുപ്രഭാതത്തിൽ നമുക്ക് പ്രിയ കുഞ്ഞമ്മാമയെ കാണാമെന്നുള്ള വലിയ പ്രത്യാശ നമ്മുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ. ഈ വേർപാടിന് ദുഃഖത്തിലായിരിക്കുന്ന ഈ ഭവനത്തിലെ പ്രിയപ്പെട്ടവരെ എല്ലാവരെയും, ഈ ഭവനത്തോട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരെയും സർവകൃപാലുവായ ദൈവം തൻ്റെ ആശ്വാസങ്ങളാലും സമാധാനങ്ങളാലും നിറയ്ക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. എൻ്റെ വ്യക്തിപരമായ നിലയിലും അതുപോലെ തന്നെ റാന്നി പുല്ലമ്പള്ളി കുടുംബ യോഗത്തിൻ്റെ പേരിലും പുല്ലമ്പള്ളി കുടുംബത്തിലുള്ള എല്ലാ അംഗങ്ങളുടെയും പേരിലും ഉള്ളതായ ദുഃഖവും അനുശോചനവും ഞാൻ ഈ അവസരത്തിൽ രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധിയായി ആശ്വസിപ്പിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ. പ്രിയ അമ്മമ്മയുടെ വേർപാടി ദുഃഖത്തിലായിരിക്കുന്ന പ്രിയ മക്കൾ, കൊച്ചുമക്കൾ, ബന്ധുമിത്രാദികളെ, പ്രിയപ്പെട്ട മാതാവിൻ്റെ വേർപാടോടനുബന്ധിച്ചാണല്ലോ നമ്മെല്ലാവരും ഇന്ന് പ്രിയപ്പെട്ട ഭവനത്തിലായിരിക്കുന്നത്. അനുഗ്രഹിക്കപ്പെട്ട കുടുംബത്തിൽ നിന്ന് അനുഗ്രഹിക്കപ്പെട്ട കുടുംബത്തിലേക്ക് കടന്നു വന്ന് നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുക മാത്രമല്ല, അനേകരെ നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കുകയും ചെയ്യുവാൻ ഭാഗ്യം ലഭിച്ച പ്രിയപ്പെട്ട മാതാവ്. അനേകം മാതാപിതാക്കൾ അവസാന നിമിഷങ്ങളിൽ ഈ ഭൂമിയിൽ നിന്ന് തങ്ങളുടെ തലമുറയോർത്ത് വേദനയോടെ നീക്കപ്പെടുമ്പോൾ, മാറ്റപ്പെടുമ്പോൾ, അനുഗ്രഹിക്കപ്പെട്ട തലമുറയുടെ നല്ല ഭാവി കണ്ട് സമാധാനത്തോടെ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുവാൻ ഭാഗ്യം ലഭിച്ച പ്രിയപ്പെട്ട മാതാവ്. അനേകരും ആഗ്രഹിക്കുന്നു അവസാന നിമിഷങ്ങളിൽ ആരെയും ബുദ്ധിമുട്ടിക്കാതെ, അധികം ബുദ്ധിമുട്ടാതെ ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോകുവാൻ. എന്നാൽ ആരെയും ബുദ്ധിമുട്ടിക്കാതെ താൻ ആശ വെച്ചതുപോലെ പ്രിയം വെച്ച കർത്താവിൻ്റെ സന്നിധിയിലേക്ക് മാറ്റപ്പെടുവാൻ ഇടയായി തീർന്ന പ്രിയപ്പെട്ട മാതാവ് ശാന്തമായി ഇന്ന് നമ്മോട് ഇപ്രകാരം പറയുന്നു: ഈ വാതിലിൽ കൂടി ഇന്നല്ലെങ്കിൽ നാളെ നാം ഓരോരുത്തരും കടന്നു പോകേണ്ടതാണ്. സമയം അറിയായതുകൊണ്ട് ഒരുക്കവും വിശുദ്ധിയും അധികം ഉറപ്പാക്കണമെന്ന് പ്രിയ മാതാവ് നമുക്ക് മുന്നറിയിപ്പ് നൽകിയിട്ട് കടന്നുപോയിരിക്കുന്നു. 39-ാം സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ ഓർപ്പിക്കുന്ന യഹോവയെ എൻ്റെ അവസാനത്തെ എൻ്റെ ആയുസ് എത്ര എന്നതിനെയും എന്നെ അറിയിക്കുമാറാകണമേ. ഞാൻ എത്ര ക്ഷണികനെന്ന് നീ അറിയുമാറാകണം. ഇതാ നീ എൻ്റെ നാളുകളെ 4 വിരൽ നീളമാക്കിയിരിക്കുന്നു. ഏതു മനുഷ്യനും ഉറച്ചു നിന്നാൽ ഒരു ശ്വാസം അത്രേ. ഇന്ന് പ്രിയപ്പെട്ട മാതാവ് കാണുമ്പോഴൊക്കെയും വളരെ സ്നേഹത്തിൽ ഒരു സഹോദര തുല്യമായ സ്നേഹം അനുഭവിക്കുവാൻ എൻ്റെ ജീവിതത്തിൽ ഇടയായി തീർന്നിട്ടുണ്ട്. ഇതുപോലെയുള്ള മാതാക്കളുടെ വേർപാട് ഇന്നത്തെ കാലഘട്ടത്തിന് നഷ്ടമാണെങ്കിലും വേദപുസ്തകം നമ്മെ ഓർപ്പിക്കുന്ന ഈ ഭൂമിയിൽ ജനിച്ച ഏതൊരു മനുഷ്യനും ഒരിക്കലൊരു മരണവും പിന്നെ ന്യായമായൊരു വിധിയും വേദപുസ്തകം കൽപ്പിച്ചിരിക്കുന്നു. ഏത് സമയത്ത് വേർപെട്ടാലും ദുഃഖമുണ്ടെങ്കിലും വേദപുസ്തകത്തിലെ ഒരു കൊച്ചുവാക്യം നമ്മെ ഓർപ്പിക്കുന്നു: ഈ വചനങ്ങളെ കൊണ്ട് അന്യവിന്യം ആശ്വസിപ്പിച്ചു കൊള്ളുവാൻ. കർത്താവിൻ്റെ ഗംഭീര ധ്വനിയുടെയും കാവള ശബ്ദത്തിൻ്റെ സുപ്രഭാതത്തിൽ പ്രിയ മാതാവിനെ ചെന്ന് കാണാമെന്നുള്ള വലിയ പ്രത്യാശ കൊണ്ട് ദുഃഖിച്ചിരിക്കുന്ന എല്ലാ ജീവിതങ്ങളെയും ദൈവത്തിൻ്റെ ആത്മാവ് ആശ്വസിപ്പിക്കട്ടെ. ഞങ്ങളുടെ കുടുംബത്തിൻ്റെയും പഞ്ചായത്ത് ഭരണസമിതിക്ക് വേണ്ടിയുമുള്ള അനുശോചനം ഈ സമയത്ത് അറിയിച്ചുകൊണ്ട് വാക്കുകൾക്ക് വിരാമമിടുന്നു. ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ഇന്ന് ഈ ലോകത്ത് നിന്ന് ഒരമ്മയാണ് നമ്മളെ വേർപെടുത്തിയിരിക്കുന്നത്. അമ്മയെന്ന് പറയുന്നത്, അമ്മയ്ക്ക് ഒരു സബ്സ്റ്റിറ്റ്യൂട്ടില്ല, ഒരു പകരക്കാരിയില്ല. അമ്മമാർക്ക് നമുക്കൊന്നും കൊടുക്കണ്ട, അമ്മയെല്ലാം തരുന്നു നമുക്ക്. ഒരിക്കലും അമ്മ ഒരു സെൽഫിസ്റ്റ് അല്ല, സ്വാർത്ഥ താല്പര്യമില്ല അമ്മയ്ക്ക്. തൻ്റെ മക്കളോട് കൂടെ ചേർന്ന് ഈ ലോകത്ത് ജീവിച്ച് ഓരോ മക്കളുടെയും ജീവിതത്തിൻ്റെ പല ഭാഗങ്ങളും കണ്ട് സന്തോഷിച്ച് ഈ ലോകത്ത് ജീവിക്കുന്ന ഒരേ ഒരാളെന്ന് പറയുന്നത് അത് അമ്മയാണ്. ഈ അമ്മയെ സംബന്ധിച്ച് ഞങ്ങൾക്ക് കഴിഞ്ഞ 21 വർഷത്തെ പരിചയമാണുള്ളത്. ഞങ്ങളുടെ മകളെ ഈ ഭവനത്തിൽ വിവാഹം കഴിച്ച് കൊണ്ടുവന്നതിന് ശേഷം ഇവിടെ വരുമ്പോഴൊക്കെ കാണാറുണ്ട്. വളരെ സന്തോഷവതിയാണ്. ഞങ്ങളുടെ കടുങ്കൽ കുടുംബത്തിൻ്റെ അടൂർ പ്രദേശത്തെ എല്ലാവരുടെയും ദുഃഖം, അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. ഈ പ്രിയപ്പെട്ട മാതാവിൻ്റെ വേർപാടിൽ ദുഃഖിതരായിരിക്കുന്ന പ്രിയപ്പെട്ട ഓരോരുത്തരോടുമൊപ്പം ഞാനും വ്യക്തിപരമായി, കുടുംബമായി, ഇടവകയായി ദുഃഖം പങ്കുവെക്കുന്നു. എനിക്ക് അധികം പരിചയമില്ല എങ്കിലും കടമ്പലൂർ സെൻറ്റ് പോൾസ് മാർത്തമ്മ ഇടവക ട്രസ്റ്റി ഉൾപ്പെടെയുള്ള പുല്ലാട്ട കുടുംബത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഭവനമായി മനസ്സിലാക്കുന്നു. കർത്താവ്
കർത്താവ് തന്ന ആയുസ് അനുഗ്രഹമായി പൂർത്തീകരിച്ചു. ദൈവകൃപയിൽ പ്രത്യാശയിലൂടെ ജീവിപ്പാൻ ദൈവം എല്ലാ കൃപാമുഖാന്തരങ്ങളും ഒരുക്കുന്നു. ഈ ആയുസ് താൽക്കാലികമാണ്. ദൈവം ദാനമായി നൽകിയ ജീവിതം സന്തോഷത്തോടെ ആത്മവിശ്വാസത്തോടെ ദൈവകൃപയിൽ പൂർത്തീകരിച്ച് നിത്യ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ശോഭയേറും നാട് ഒന്നുണ്ടത് ആ പ്രത്യാശ അങ്ങനെ സന്തോഷത്തിൻ്റെ അനുഭവങ്ങൾ പാടിക്കൊണ്ട് ദൈവകൃപയിലായിരിക്കാൻ പ്രിയപ്പെട്ട ഓരോരുത്തർക്കും ഇടയാകട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. ദുഃഖത്തിലായിരിക്കുന്ന ആ കുടുംബത്തെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ പുല്ലാട്ട് കുടുംബത്തിൽ 8 മക്കളായിരുന്നു. അതിൽ ഏറ്റവും മൂത്ത സഹോദരനായിരുന്നു ഷിമൽ ചാൻ. ഞാൻ 8ാമനാണ്. എൻ്റെ 1.5 വയസ്സുള്ളപ്പോഴാണ് ഷിമൽ ചാൻ വിവാഹം കഴിച്ച് കൊച്ചമ്മയെ ഞങ്ങളുടെ ഭവനത്തിൽ കൊണ്ടുവരുന്നത്. അന്ന് തൊട്ട് ഞാൻ അമ്മയെന്നാണ് ആദ്യം വിളിച്ചത്. കൊച്ചമ്മയെ ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് അമ്മ ഒഴിച്ചാൽ പിന്നെ തങ്കമ്മയാണ്. വന്നുകൂടപ്പെട്ടിരിക്കുന്ന എല്ലാവർക്കും കർത്തനാമത്തിൽ പുല്ലാട്ട് കുടുംബത്തിൻ്റെയും ഞങ്ങളുടെയും സ്നേഹ ആദരവുകൾ ഒരു പ്രാവശ്യം കൂടി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കിൽ നിന്നും വിരമിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. കർത്തൃസന്നിധിയിൽ വിശ്രാമത്തിലേക്ക് കടന്നുപോയതായ കർത്താവിൻ്റെ വിലപ്പെട്ട ദാസി, ഞങ്ങളുടെ എല്ലാവരുടെയും സ്നേഹഭാജനമായിരുന്നായ പുല്ലാട്ട് ഷബൽ സാറിൻ്റെ മിസ്സസ് അല്ലമ്മ, ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവസന്നിധിയിൽ കർത്താവ് വിളിച്ച് ചേർത്തുകൊണ്ട് ഈ വിവരം അറിഞ്ഞപ്പോൾ വളരെ ദുഃഖത്തോടാണ് ഞാൻ ഈ സംഭവം അറിഞ്ഞത്. കാരണം പിന്നെ അസുഖമായിട്ട് കിടക്കുകയാണെന്ന് ഉള്ളതായ വിവരം ഒന്നും ഞാൻ അറിഞ്ഞിരുന്നില്ല. ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടുകയും ചെയ്യുമെന്നുള്ളത് ഒരു വലിയ യാഥാർത്ഥ്യമാണ്. ദൈവം നമ്മളെ ആശ്വസിപ്പിക്കുമാറാകട്ടെ. ഞങ്ങളുടെയും ഞങ്ങളുടെ കുടുംബത്തിൻ്റെയും മണിയാറ്റ് ഫാമിലിയുടേതായുള്ളതായ അനുശോചന ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു. വളരെയധികം വേദനയോടുകൂടാകുന്നു ഈ സമയത്ത് ഇവിടെ നിൽക്കുന്നത്. കഴിഞ്ഞ നാളുകളിലൊക്കെ ഒരു മാതാവിൻ്റെ സ്നേഹം അനുഭവിപ്പാനും എൻ്റെ പട്ടത്വത്തിൽ കഴിഞ്ഞ 40 വർഷക്കാലം ഏറ്റവും കൂടുതൽ സ്നേഹവും കരുതലും ലഭിച്ചതും പ്രിയ ഷമൽച്ചാനിൽ നിന്നും അമ്മയിൽ നിന്നാകുന്നു. പ്രിയ കുഞ്ഞുങ്ങൾ അതേ നിലയിൽ ഇടപെടുവാനും പ്രവർത്തിപ്പാനും സാധിച്ചു. ദൈവം നൽകിയതായ നല്ല മാതാപിതാക്കളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ അമ്മമ്മയെ ഞങ്ങൾക്ക് നൽകിയതിൽ ആ സ്നേഹം അനുഭവിപ്പാൻ സാധിച്ചതിൽ ദൈവത്തിന് 1000 സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ആശ്വാസമായ ദൈവമേ, സമാധാനത്തിന് തിരുമുമ്പാകെ ഞങ്ങൾ വീണ്ടും അടുത്ത് വരുന്നു. നീയാ ഞങ്ങളുടെ പിതാവ്, ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നവൻ, നടത്തുന്നവൻ. നിന്റെ സമയത്ത് ഞങ്ങളുടെ പ്രിയ മാതാവിനെ പ്രൊമോഷൻ നൽകി സന്നിധിയിലേക്ക് ചേർത്തതിന് നന്ദി പറയുന്നു. ഞങ്ങളെ മുഴുവനായി നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. നിന്റെ സ്നേഹവും കരുതലും ധാരാളമായി ഞങ്ങൾക്ക് തരണമേ. വന്നു ചേർന്ന് ദുഃഖം പങ്കിടുന്ന എല്ലാവർക്കായും സ്തോത്രം. ആശ്വാസത്തിൽ നീ കാത്ത് നിനക്ക് വേണ്ടി ജീവിപ്പാൻ ഒരുക്കണമേ. ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ അവരുടെ യാത്രയിൽ നിന്റെ കൃപയും സ്നേഹവും നൽകി അവരെ പരിപാലിച്ചു നടത്തിയതുകൊണ്ട് സ്തോത്രം. നിനക്കായി ജീവിപ്പാൻ ഞങ്ങളെ സമർപ്പിക്കുന്ന സമയമാക്കി തീർക്കുകയും ചെയ്യണം. വേഗം വരുന്ന യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, കൃപയോടെ കേൾക്കണമേ. ഏകദേശം 35 വർഷത്തിന് മുമ്പ് ഈ പുരയുടെ മുറ്റത്ത് ആ കാണുന്ന തെക്കേ ഭാഗത്ത് മേരി കോവൂർ, പലരും അറിയപ്പെടുന്ന ദേവദാസി, പ്രസംഗിക്കാനായി കടന്നു വന്ന ദിവസം ഞാൻ ഓർക്കുകയായിരുന്നു. അന്ന് ഈ വീട് ഇവിടെ ഇല്ല. ഒരു കൊച്ചു വീടുണ്ട്. പക്ഷെ അടിസ്ഥാനപരമായി പണിയപ്പെട്ടതായിരുന്നതുകൊണ്ട്, സത്യങ്ങൾക്ക് വേണ്ടി നിന്ന കുടുംബമായിരുന്നതുകൊണ്ട് അത് അനുഗ്രഹമായി വർദ്ധിക്കുന്നത് കണ്ട് സന്തോഷിക്കുകയും അനേകരുടെ ആശ്വാസവചനങ്ങൾ കേട്ട് ആനന്ദിക്കുകയായിരുന്നു ഞാൻ. എനിക്ക് ദുഃഖമല്ല ഉണ്ടായത്. ഞാൻ ഇങ്ങനെ പറഞ്ഞ വാക്കുകളെ ചുരുക്കാം. കടുക് ചെറുതാണെങ്കിലും നല്ല നിലത്ത് വീഴുന്നുണ്ട്. അതിൻ്റെ വളർച്ചയും അതിൻ്റെ ശക്തിയും ലക്ഷക്കണക്കിന് വിത്തുകളെ ഉൽപ്പാദിപ്പിക്കുന്ന പോലെ ഒരു ശ്രേഷ്ഠ മാതാവായി ഈ കുടുംബത്തെ കാണുവാൻ എനിക്ക് സന്തോഷമുണ്ട്. ശ്രേഷ്ഠദാസന്മാർ ഇവിടെ ഇരിപ്പാൻ ഇടയായത് നമുക്കൊക്കെയും ഈ നല്ല അനുകരണ വ്യക്തികളെ അനുകരിപ്പാൻ ഇടയായി തീരട്ടെ എന്ന് പറഞ്ഞ് വാക്കുകളെ ചുരുക്കുന്നു. കഴിഞ്ഞ ദിവസം ഈ ഭവനത്തിൽ വെച്ച് നടന്ന ദൈവസഭയുടെ കൂട്ടായ്മയിൽ ഈ വാത്സല്യ മാതാവ് എഴുന്നേറ്റ് നിന്ന് സാക്ഷി പറഞ്ഞതിന്റെ അവസാനമായി താൻ ഇങ്ങനെ സമർപ്പിച്ചു ദൈവസന്നിധിയിൽ. ദൈവമേ, നിന്റെ ഹിതം എൻ്റെ ജീവിതത്തിൽ നിറവേറണം എന്ന് അന്ന് സമർപ്പിച്ചു. ദൈവസന്നിധിയിൽ വളരെ പ്രത്യാശയോടെ തൻ്റെ അന്തിമ നിമിഷങ്ങൾ കാണുവാനായിട്ടിടയായി. ദുഃഖത്തിലായിരിക്കുന്ന എല്ലാവരെയും
സർവകൃപാലുവായ ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഷാരോൺ ഫെലോഷിപ്പ് ചർച്ച് കൊറ്റനാട് ദൈവസഭയുടെയും നാമത്തിലുള്ള നിറഞ്ഞ പ്രത്യാശ കുടുംബാംഗങ്ങളെ അറിയിച്ചുകൊണ്ട് സമയം അനുവദിച്ച ദൈവദാസനോട് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം സഹായിക്കുമാറാകട്ടെ. ദൈവജനത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്: ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളുക. ദൈവത്തിൻ്റെ വചനത്തിന് മാത്രമേ തകർന്ന ഹൃദയങ്ങളുടെ മുറിവുകളെ ഉണക്കാനായിട്ട് കഴിയൂ. പ്രിയ മാതാവിൻ്റെ വേർപാടിൽ നിങ്ങളുടെ ദുഃഖം ദൈവം കുറയ്ക്കട്ടെ, ദൈവം ആശ്വസിപ്പിക്കട്ടെ. ദൈവത്തിൻ്റെ വലിയ കൃപ നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ. എൻ്റെ കുടുംബത്തിൻ്റെയും എൻ്റെയും പ്രത്യേകിച്ച് ഊട്ടുപാറ സ്കൂളിലെ അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും ഒക്കെയുള്ള ദുഃഖവും അനുശോചനവും അതോടൊപ്പം ക്രിസ്തീയമായിട്ടുള്ള പ്രത്യാശയും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവത്തിൻ്റെ വലിയൊരു നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുവാണ്. പ്രിയപ്പെട്ട മാതാവ് വേർപെട്ട് ക്രിസ്തുവിനോടുകൂടെ ജീവിച്ചിരുന്നു എന്നുള്ളത് ജീവനോട് ശേഷിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും ദുഃഖത്തേക്കാളേറെ സന്തോഷം പകരുന്ന അനുഭവം നൽകും. ഒരു മനുഷ്യൻ എന്ത് നേടിയാലും തൻ്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ എന്ത് ഫലം? മറ്റുള്ള വീടുകളിലൊക്കെ പോകുമ്പോൾ വിലാപത്തോടും വളരെ ദുഃഖത്തോടും കൂടെ ഇരിക്കുമ്പോൾ ഇവിടെ പ്രിയപ്പെട്ടവരൊക്കെ ആ ദൈവസ്നേഹത്തിൻ്റെ തണലിലാണ് എന്ന് കാണുന്നതിൽ വളരെ സന്തോഷമുണ്ട്. അത് തീർച്ചയായും ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുന്ന തൻ്റെ മക്കൾക്കേ കഴിയുകയുള്ളൂ. ആ അനുഭവത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ട എല്ലാവരെയും, ദുഃഖത്തിലായിരിക്കുന്ന എല്ലാവരെയും ദൈവത്തിൻ്റെ ദിവ്യ സമാധാനത്താൽ ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധമുള്ള നാമം മഹത്വമെടുക്കട്ടെ. ഈ വാത്സല്യ മാതാവുമായി പരിചയപ്പെടുവാൻ ദൈവം അവസരം തന്നു. ഒത്തിരിയുടെ പിടകുവാൻ്റെ ഒക്കെ വണ്ണം വേദി ലഭിച്ചിട്ടില്ലെങ്കിൽ തന്നെയും കാണുവാനും സ്തോത്രം ചെയ്യുവാനും ദൈവം ഒരുക്കിയ അവസരത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ഇപ്പോൾ ഞാൻ APC അബുദാബി സഭയിൽ ശുശ്രൂഷിക്കുന്നു. പെട്ടെന്ന് എൻ്റെ മൂത്ത മകളുടെ വേർപാടുള്ള ബന്ധത്തിലാണ് കഴിഞ്ഞ തിങ്കളാഴ്ച ഈ തിങ്കളാഴ്ച ഇവിടെ വരുവാൻ്റെക്കാണ് കർത്താവ് അവസരം തന്നത്. ചൊവ്വാഴ്ച എൻ്റെ പൈതൻ്റെ സംസ്കാര ശുശ്രൂഷ നടത്തി. അങ്ങനെ ഈ വാത്സല്യ മാതാവിൻ്റെ വേർപാടും ഇത്തരുണത്തിൽ അറിയുവാൻ ദൈവം എനിക്ക് അവസരം നൽകി. പ്രിയ മാതാവിനെ വീണ്ടും നമുക്ക് കാണുവാൻ കഴിയും. ആഴമായ പ്രത്യാശയും ആ വലിയ ആ സന്തോഷവും നമ്മുടെ ഉള്ളിലുണ്ട്. കാഹളം ധ്വനിക്കും. കോടി കോടി വിശുദ്ധന്മാർ കല്ലറകളെ പൊട്ടിച്ച് ഹേ മരണമേ നിന്റെ ജയം എവിടെ, ഹേ മരണമേ നിന്റെ വിഷമുള്ളവിടെ എന്ന് പറഞ്ഞുകൊണ്ട് ജയഫേരിയോടുകൂടെ ഉയർത്തെഴുന്നേറ്റ് വരുന്ന ആ പൊൻപുലരികിൽ വാത്സല്യ മാതാവും തേജസ്കരിക്കപ്പെട്ടവളായി ഉയർത്തെഴുന്നേറ്റ് വരും. ആ പ്രത്യാശയോടെ നാം ഈ ഭൂമിയിലായിരിക്കുന്നു. ആ ഇമ്പങ്ങളുടെ പർദീസയിൽ വാത്സല്യ മാതാവിനെ കാണും എന്നുള്ള പ്രത്യാശയോടുകൂടെ വീണ്ടും നമുക്ക് ഈ ഭൂമിയിൽ പാർക്കാം. കർത്താവിൻ്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങി പാർക്കാം. അതിനായി ദൈവം നമ്മെ സഹായിക്കട്ടെ. ദുഃഖാർത്ഥരായ എല്ലാ പ്രിയപ്പെട്ടവരെയും സർവകൃപാലുമായ ദൈവം തൻ്റെ വചനത്താലും ആത്മാവിനാലും ആശ്വസിപ്പിച്ച് വഴി നടത്തട്ടെ എന്നുള്ള വാക്കുകളോടുകൂടെ എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ശിഷ്യാൽ APC അബുദാബി സഭയുടെയും എല്ലാവിധമായ പ്രത്യാശയും ദുഃഖവും കുടുംബാംഗങ്ങൾക്ക് നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമമിടുന്നു. സർവശക്തൻ നമ്മെ സഹായിക്കട്ടെ, ആശ്വസിപ്പിക്കട്ടെ. തിന്നപ്പം ഞാൻ തിന്നെന്നാലും കഷ്ടത്തിൻ കണ്ണോതിൽ കുടിച്ചെന്നാലും ദേഹിരുക്കത്താൽ ക്ഷയിച്ചെന്നാലും എല്ലാ പ്രതികൂലം ആയെന്നാലും
ക്രൂശെ നോക്കി യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി ജീവൻ വച്ചിടും അന്ത്യശ്വാസം വരെയും ജീവൻ വച്ചിടും അന്ത്യശ്വാസം വരെയും ജീവനം യേശുവിൽ അർപ്പിച്ചിട്ട് അക്കരെ നാട്ടിൽ ഞാൻ എത്തിയിടുന്നു ശുദ്ധ പളുങ്കി കടൽ തീരത്തെ യേശുവിൻ പൊന്മുഖം മുത്തിയിടും ഞാൻ യാത്ര ചെയ്യും ക്രൂശെ നോക്കി യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി ജീവൻ വച്ചിടും അന്ത്യശ്വാസം വരെയും ജീവൻ വച്ചിടും അന്ത്യശ്വാസം വരെയും പത്രം വായിച്ച അവസരത്തിൽ കുഞ്ഞുമാമയുടെ വാർത്ത കേട്ടപ്പോൾ ഹൃദയത്തിൽ ഭാരം തോന്നിയെങ്കിലും ദ്രവത്വമുള്ള ഈ ശരീരം വിട്ട് അദ്രവിതമായൊരു ശരീരം പ്രാപിക്കുവാൻ താന് കടന്നുപോയി എന്ന് ഓർക്കുമ്പോൾ ദൈവത്തെ സ്തുതിക്കുവാൻ വഴിയുണ്ട്. അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് ഈ ഭൗമ ശരീരം വിട്ടിട്ട് സ്വർഗീയ ശരീരം പ്രാപിക്കുവാൻ താന് അക്കരെ നാട്ടിലേക്ക് എത്തപ്പെടുവാനിടയാണ്. നാമൊക്കെ അക്കരേക്കുള്ള യാത്രയുടെ മധ്യത്തിലാണ്. ഓളങ്ങളും തിരമാലകൾ കണ്ടു ഭയപ്പെടുവാനിടയാകാം. ഞാൻ ശുശ്രൂഷിക്കുന്ന ദൈവസഭയുടെയും എൻ്റെ കുടുംബത്തിൻ്റെ എൻ്റെ പ്രിയപ്പെട്ടവർ പലരും സ്ഥലത്തില്ല, അവരുടെ എല്ലാവരുടെയും പേരിലുള്ളതായ ദുഃഖവും അനുശോചനവും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞങ്ങളുടെ ഒക്കെ പൈതലായിരിക്കുന്ന അമ്മച്ചി വളരെ സ്നേഹിച്ച ക്രിസ്റ്റീൻ ഇപ്പോൾ ഒരു പ്രത്യാശയുടെ ഗാനം പാടുന്നതായിരിക്കും. ഭൂമി മാറിപ്പോയാലും മാറാത്ത ദൈവസ്നേഹം ഞങ്ങൾക്ക് എന്താണെന്ന് കാട്ടിത്തന്ന ഒരു മാതാവാണ്. അതിനെ ഓർക്കുന്ന ഒരു ഗാനം ഞങ്ങളെ ഇപ്പോൾ ഞങ്ങളുടെ കൊച്ചു കുഞ്ഞുങ്ങളും സോനുമാമയുടെ കുഞ്ഞുങ്ങൾ, സബുജാൻ്റെ കുഞ്ഞുങ്ങൾ ഒക്കെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരും ഇതിനകത്ത് ഇൻവോൾവ് ചെയ്യുന്ന ഒരു പ്രതീതി അവർക്കും ഉണ്ടാകുവാൻ വേണ്ടി ക്രിസ്റ്റീൻ ഒരു പാട്ട് പാടുന്നതായിരിക്കും. അതിനുശേഷം ഞാൻ അവർക്ക് വേണ്ടി ചില വാക്കുകളും പറയുന്നതായിരിക്കും. Amazing grace, how sweet the sound that saved a wretch like me. I once was lost, but now I'm found. Was blind, but now I see. My chains are gone, I've been set free.
my God, my Savior has ransomed me, and like a flood, His mercy reigns, unending love, amazing grace. The earth shall soon dissolve like snow, the sun forbear to shine, but God who calls me here below will be forever mine, will be forever mine. You are forever mine. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞങ്ങൾക്ക് മങ്ങാത്ത ഒത്തിരി ഒത്തിരി ഓർമ്മകൾ നൽകി തന്നിട്ടാണ് ഞങ്ങളുടെ അമ്മച്ചി ഞങ്ങളെ വിട്ട് കടന്നുപോയത്. എൻ്റെ മാതാവ് കഴിഞ്ഞാൽ എനിക്കടുത്തൊരു മാതാവായിരുന്ന അമ്മച്ചിയാണ്. ഞങ്ങൾ വളരെ സ്നേഹത്തോടുകൂടി വിളിച്ചുകൊണ്ടിരുന്നത് ആഫ്രിക്കയിലെ അമ്മച്ചി എന്നാണ്. എപ്പോഴും വീട്ടിൽ നിന്ന് കടന്നു വരുവാനും അമ്മച്ചിയുടെയും അപ്പച്ചൻ്റെയും, ഈ സമയത്ത് ഞാൻ അപ്പച്ചനെയും ഓർക്കുന്നു, ഞങ്ങളുടെ ജീവിതത്തിൽ, ഞങ്ങളുടെ വിദ്യാഭ്യാസ ജീവിതത്തിലൊക്കെ എൻകറേജ്മെൻ്റായിട്ട് ഏറ്റവും ശക്തമായ നേതൃത്വം നൽകിയ ഒരു മാതാവായിരുന്നു അമ്മച്ചി. ഈ പ്രോഗ്രാമും ഇതെല്ലാം ഈ ശുശ്രൂഷ ദർശിക്കുന്ന മാത്യു, ആനന്ദ്, ജെസിക, ജിൻസ and Joel, ഈ കുഞ്ഞുങ്ങളൊക്കെ, you all are watching this. I want to tell you, Ammachi has left us a legacy. She does not want us to look at this body. She wants us to look through this body what is lying beyond. If you look at a telescope, if you look through it, you can see millions of stars and you will be amazed at it. That's what Jesus taught us. ഇതുകൊണ്ടൊന്നും അവസാനിക്കുന്നില്ല. കാരണം കർത്താവ് യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ ജീവിക്കാൻ നീയും ജീവിക്കും. There is a blessed hope. Because Jesus said, because I live, you shall live also. സാബുച്ചാൻ, ആനിമാമ, സോമനി മാമ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ, ഞങ്ങളുടെ മാതാപിതാക്കളുടെ, എലിക്കുട്ടി മാമ, മമ്മി, എല്ലാവരോടും പറയാനുള്ളത്, ഇതിനൊക്കെ നമുക്ക് പ്രയാസവും സങ്കടവും ഉണ്ടെങ്കിലും we are not our body, we are our soul. We are our soul, we just have a body. The life does not end here. And to our children, I want to tell you, the life does not end here. We are our soul, we are not our body. That is because Jesus said, because I live, you shall live also. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സന്നിഹിതരായിരിക്കുന്ന കർത്താവിൻ്റെ വയലത്തിലായിരിക്കുന്ന ബഹുമാനപ്പെട്ട പാസ്റ്റർമാർ, ഈ ഭവനത്തിലെ പ്രിയ മകൻ സാബു, ആനി, സോമിനി, അവരുടെയൊക്കെയും കുഞ്ഞുങ്ങൾ, അമേരിക്കയുടെ പ്രദേശക്കാരിൽ അവരെയൊക്കെയും ഞാൻ ദൈവനാമത്തിൽ അവരോടുള്ള എല്ലാ സ്നേഹവും അറിയിക്കുന്നു. പ്രിയ മാതാവ് ഞങ്ങളോടൊന്നിച്ച്, എനിക്ക് വളരെ മുൻപായി രക്ഷിക്കപ്പെട്ട് ദൈവകൃപയിൽ വന്ന പ്രിയ മാതാവ് ഞങ്ങൾക്കൊരു മാതൃകയായി തന്ന് എന്നെയൊക്കെ ഉപദേശിച്ച് വേണ്ട നല്ല ഉപദേശങ്ങൾ തന്നതുകൊണ്ട് മാത്രമാണ് ഞാനും ഇന്ന് നിങ്ങളുടെ മുമ്പിലായിരിക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾ പ്രിയമാതാവിനെ പറ്റി പറയാറുണ്ട്. ഞങ്ങൾ തമ്മിൽ ഉള്ള ഒരൊറ്റ വ്യത്യാസം, ഒരു വാക്ക് പറഞ്ഞാൽ അതിൻ്റെ മറുപടി അന്യോന്യം ഒരുപോലെ പറയുന്ന വാശിയുള്ള രണ്ട് വ്യക്തികളായിരുന്നു. അത് എന്നും നന്മയ്ക്കായിട്ടായിരുന്നു എന്ന് ഞാൻ ഓർക്കുന്നു. എൻ്റെ കുഞ്ഞുങ്ങൾ കടന്നു വന്നപ്പോൾ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. അവരും പ്രിയമാതാവിനെ യാത്ര ചെയ്തു. ഞങ്ങളും ഷാരോൺ സഭയും നെല്ലിക്കമണ്ണും ഈ ദുഃഖത്തിൽ പങ്കുചേരുന്നു. ഈ കുടുംബത്തിലുള്ള സകലവിധമായ കർത്താവിൻ്റെ നാമത്തിലുള്ള നന്ദിയും സ്നേഹവും കടപ്പാടും പ്രത്യാശയും അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ഞാൻ നിർത്തുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കാം. നെല്ലിക്കമൺ ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിനോടുള്ള ബന്ധത്തിൽ അനുഗ്രഹീതമായ സംഭാവനകൾ നൽകി തന്നിട്ടുള്ള, പ്രത്യേകിച്ച് സഭയുടെ ആരംഭത്തിന് തന്നെ കാരണമായി തീർന്നിട്ടുള്ള കുടുംബങ്ങളിൽ ഒരു ഭവനമാണ് പുല്ലാട്ടെ ഈ പ്രിയ കുടുംബം. തിങ്കളാഴ്ച വൈകിട്ടും
ഇതുവഴി കടന്നുപോയപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഉള്ളിൽ ഒരു പ്രേരണ നൽകിയിട്ട് ഞാൻ പെട്ടെന്ന് ഇവിടെ വരെ വന്നിട്ട് തിരിച്ച് കറങ്ങി ഇവിടെ വന്ന് സന്ധ്യായാമത്തിൽ ഏകദേശം അരമണിക്കൂറോളം ഇവിടെ നിന്ന് മാതാവിനോട് സംസാരിക്കുവാനായിട്ട് ദൈവമായ കർത്താവ് എന്നെ സഹായിച്ചു. മാതാവ് നൽകി തന്ന എല്ലാ സഹായങ്ങൾക്കും നന്മകൾക്കും നന്ദി അർപ്പിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. വളരെ ഞെട്ടലോട് കൂടെയാണ് ആ വാർത്ത ഞങ്ങൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞത്. എങ്കിലും ഒരു ദൈവവേദനന് വലിയ പ്രത്യാശയുണ്ട്. ഇവിടം കൊണ്ട് മരണം കൊണ്ട് എല്ലാം കഴിയുന്നില്ല. മരണത്തിനപ്പുറത്ത് ഒരു ജീവിതം ദൈവം നമുക്ക് വെച്ചിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് ഈ ദുഃഖവേളയിലും ദൈവവചനത്തിലൂടെ പ്രത്യാശ കണ്ടെത്തുവാനായിട്ടിടയായി. ഈ ദുഃഖത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ എല്ലാവരെയും സ്വർഗത്തിലെ കർത്താവ് തൻ്റെ നിത്യമായ വചനത്താൽ ആശ്വസിപ്പിക്കട്ടെ എന്ന് ഞാൻ പ്രാരംഭമായി ഓർപ്പിക്കുന്നു. പ്രിയമാതാവിൻ്റെ ദേഹവിയോഗത്തിൽ ദുഃഖത്തിലായിരിക്കുന്ന കുടുംബാംഗങ്ങളെ സർവശക്തനായ ദൈവം ദിവ്യസമാധാനത്താൽ ആശ്വസിപ്പിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവദാസന്മാരെ സ്നേഹിച്ച, ദൈവജനത്തെ സ്നേഹിച്ച, ദൈവസഭയെ സ്നേഹിച്ച ഒരു മാതാവാണ് പുല്ലാട്ടെ പ്രിയ മാതാവ്. ഞങ്ങളും 4 വർഷം കൊണ്ട് അത് അനുഭവിച്ചറിയുവാനായിട്ട് ഇടയായി തീർന്നിട്ടുണ്ട്. ഒരമ്മയെ പോലെ ഞങ്ങളെ കരുതുവാൻ, സ്നേഹിപ്പാനായിട്ടൊക്കെ ഇടയായി തീർന്നു. പ്രത്യാശയോടെ ജീവിച്ച പ്രിയമാതാവിനോടും പറയാനുള്ളത്, നീയോ പോയി വിശ്രമിച്ചുകൊള്ളുക, കാലാവസാനത്തെങ്കിൽ ഓഹരി പ്രാപിപ്പാൻ എഴുന്നേറ്റ് വരും. ആ പ്രത്യാശയോടെ ഞങ്ങളുമായിരിക്കുന്നു. എൻ്റെയും കുടുംബത്തിൻ്റെയും കുഴിക്കാല ശാരോൻ സഭയുടെയും പ്രത്യേകമായ ദുഃഖവും പ്രത്യാശയും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം കുടുംബത്തെ ആശ്വസിപ്പിക്കുമാറാകട്ടെ. പ്രിയ ചുമഷിയുടെ വേർപാട് കുടുംബത്തോടൊപ്പം ഞാൻ ദുഃഖത്തിൽ പങ്കുചേരുന്നു. ഞങ്ങളൊക്കെ സ്വദേശത്തും വിദേശത്തൊക്കെ അറിയപ്പെട്ടിരുന്നത് പുല്ലാട്ടെ ഷമേൽ സാറിൻ്റെ പേരില്ല. എവിടെ ചെന്നാലും ചോദിക്കും പുല്ലാട്ടെ എന്ന് പറയുമ്പോൾ ഷമേൽ സാറിൻ്റെ ആരാ. അങ്ങനെയാണ് ഈ കുടുംബത്തെ, ഞങ്ങളുടെ കുടുംബത്തിലെ ഷമേൽ ചാൻ 2001 ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. വളരെയധികം നല്ല കുടുംബജീവിതം നയിച്ച ഒരു കുടുംബമായിരുന്നു. ആദ്യ കാലഘട്ടത്തിൽ വിദേശത്ത് പോവുകയും ഈ പ്രദേശത്ത് തിരിച്ചു വരികയും സമ്മിശ്രിതമായ സുഖദുഃഖങ്ങൾ അനുഭവിച്ച് ജീവിതത്തെ വീണ്ടും പടുത്തുയർത്തി ഈ പ്രദേശത്ത് അനുഗ്രഹിക്കപ്പെട്ട നന്മയുടെ ഒരു കുടുംബമായി മാറുവാൻ സാധിച്ചിട്ടുണ്ട്. ആരെയും വിഷമിപ്പിക്കാതെ, ആർക്കും ദുഃഖം കൊടുക്കാതെ, ആർക്കും കഷ്ടപ്പാട് കൊടുക്കാതെ ഈ ലോകത്തിൽ നിന്നും ഒരു പുനർജന്മം വന്ന് കഴിഞ്ഞ വർഷം ഒരു പുനർജന്മം തന്ന കുഞ്ഞുമാമ്മ നമ്മളുടെയൊക്കെ ഇവിടെ വാങ്ങിയിരിക്കുന്നു. നമുക്കും ഈ ആത്മീയ ജീവിതത്തിൽ മാതൃകയായി ജീവിക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ മക്കൾക്ക്, സഹോദരങ്ങൾക്ക് എല്ലാവിധ നന്മകളും ചേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ഗോഡ്. ഈ പ്രത്യാശയോടു കൂടിയായിരുന്നു അമ്മച്ചി, ഞങ്ങളുടെ പുല്ലാട്ട് അമ്മച്ചി അല്ലെങ്കിൽ ആഫ്രിക്കയിലെ അമ്മച്ചി ഇത്രയും നാളും ജീവിച്ചിരുന്നത്. ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു അമ്മച്ചിയായിരുന്നു പുല്ലാട്ട് അമ്മച്ചി. ഞങ്ങളുടെ കുഞ്ഞുനാളുകൾ ഞങ്ങളിവിടെ നാട്ടിലായിരുന്ന സമയങ്ങളിലെല്ലാം ഒരു വെക്കേഷൻ പോലെയായിരുന്നു അമ്മച്ചിയുടെ ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്നത്. അമ്മച്ചി ഞങ്ങൾക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും, ഞങ്ങൾ വരാൻ വേണ്ടി അമ്മച്ചിയുടെ കേബിൾ TV-യും എല്ലാം ഇങ്ങനെ റെഡിയാക്കി വെക്കുമായിരുന്നു. അതുപോലെ ഞങ്ങളെ ഇവിടെ നോക്കിയിരിക്കുന്ന ഒരു അമ്മച്ചിയായിരുന്നു. എപ്പോഴും ഞങ്ങൾ വരാനും അമ്മച്ചിയുടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി നോക്കിയിരിക്കുന്ന ഒരു അമ്മച്ചിയായിരുന്നു ഞങ്ങളുടെ പുല്ലാട്ട് അമ്മച്ചി. The only thing I want to say is on behalf of our cousins, അമേരിക്കയിലായിരിക്കുന്ന ഞങ്ങളുടെ എല്ലാ കസിൻസും, പ്രത്യേകിച്ച് ജെസിക്ക, ജിൻസ, ജോൾ, മാത്യു, വിക്ടോറിയ, ആഷർ ടൈറ്റസ്, ലിവിയ ടൈറ്റസ്, ആനന്ദ് ആൻഡ് ഏഡ്രിയൻ ആൻഡ് മലക്കായ്, അമ്മച്ചിയുടെ കൊച്ചുമക്കളാണ് ഇവരെല്ലാവരും. അവരുടെ ബിഹാഫിൽ നിന്ന് ഞങ്ങൾ
all we want to say is we miss you and we love you so much. And one day we hope that we'll all meet you at Jesus' feet. Thank you. കർത്താവിൽ പ്രിയ ദൈവദാസന്മാരെ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, എന്നെയൊക്കെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് എൻ്റെ സ്നേഹവന്ദനം. ഇവിടെ ഈ 5-ാം തീയതി ഈ ലോകത്തോട് വിട പറഞ്ഞ എൻ്റെ അമ്മമ്മ എൻ്റെ സഹോദരിയാണ്. 5-ാം തീയതിയും ഞാൻ ഇവിടെ വന്ന് 5 മണി വരെയും സംസാരിച്ചിട്ട് പോയതാണ്. ഒരു വിധത്തിൽ പറഞ്ഞാൽ സോമനേക്കാളും സാബുനേക്കാളും കൂടുതൽ എന്നെ സ്നേഹിച്ചിരുന്നു എന്നതുകൊണ്ട് സ്നേഹിച്ചില്ലെന്നുള്ളതല്ല, അവരെക്കാട്ടിൽ പ്രായം കൂടുതലുള്ളതായതുകൊണ്ട് കൂടുതൽ എന്നെ സ്നേഹിച്ചിട്ടുണ്ടാകുമെന്നാണ് എൻ്റെ ഒരു തോന്നൽ. ഈ ലോകത്തിൽ പ്രയാസങ്ങൾ നല്ലതിലും ബുദ്ധിമുട്ടുള്ള നല്ലതിലൊക്കെ ധൈര്യമായിട്ട് പ്രാർത്ഥനയോടുകൂടെ മുന്നോട്ട് പോയ എൻ്റെ സഹോദരി ഈ ദുഃഖം നിറഞ്ഞ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. ഇനി ആ പ്രത്യാശയുടെ തീരത്ത് അതിവിദൂരമല്ലാത്ത സമയത്ത് ഞങ്ങൾ വീണ്ടും കാണും എന്നുള്ള പ്രത്യാശയോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ സമയത്ത് സമയം നേടുന്നില്ല. എൻ്റെ 4 സഹോദരന്മാരുടെ പേരിലും അതിലുപരി എൻ്റെ 3 കുഞ്ഞുങ്ങളുടെ പേരിലുമുള്ള എല്ലാവിധ ആദരാഞ്ജലികളും ഈ കുടുംബത്തിൻ്റെ പേരിൽ, എൻ്റെ വ്യക്തിപരമായ നിലയിലും എൻ്റെ കുടുംബത്തിൻ്റെ പേരിലും അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കു ചുരുക്കുന്നു. എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ വളരെ സന്തോഷത്തോടെയാണ് ഞാൻ അവിടെ നിൽക്കുന്നത്. നല്ല ഓട്ടം തികച്ച് ദൈവം പറഞ്ഞ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞപ്പോൾ 53 വയസ്സ് ലോകത്തിൽ നിന്ന് കടന്നു പോയെന്ന് പറയുന്നത് ഭാഗ്യം, നല്ല ഭാഗ്യമായി ഞാൻ കരുതി. കുഞ്ഞുമാമയെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഓർക്കുന്നു, പല ഓർമ്മകൾ വരുന്നുണ്ട് മനസ്സിൽ. അതല്ല, അമ്മച്ചി ജീവിച്ചിരിക്കുമ്പോൾ ആഴ്ചയിൽ ഒരു 1-2 പ്രാവശ്യമെങ്കിലും ഞാൻ താമസിക്കുന്ന വീടിൻ്റെ പടിക്ക് കൂടെ നടന്ന് അമ്മച്ചിയെ കാണാൻ പോകുന്നതും അവിടെ താമസിക്കുന്നതൊക്കെ ഞാൻ ഓർക്കുന്നു. എപ്പോൾ അങ്ങോട്ട് പോയാലും വളരെ സ്നേഹത്തോടെ വിളിച്ച് സംസാരിച്ച് വളരെ സ്നേഹം പങ്കുവെക്കുന്ന 2 കുടുംബമായിരുന്നു ഞങ്ങളുടെ 2 കുടുംബങ്ങൾ. നല്ല മക്കളുടെ പ്രതീക്ഷയിൽ കുഞ്ഞുമാമ ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് നമുക്കും അവിടെ ചെന്ന് കാണാമെന്നുള്ള പ്രത്യാശയിൽ നമുക്ക് ഒരുങ്ങി ജീവിക്കാമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. താങ്ക് യു. പ്രിയ കുഞ്ഞുമാമയുടെ ആകസ്മികമായ ദേഹവിയോഗത്തിൽ ഞാനും നിങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നു. ഒരു വലിയ ബന്ധം, ദീർഘകാലത്തെ ഒരു വലിയ ബന്ധമാണ് കുടുംബമായിട്ടുള്ളത്. ഇപ്പോൾ കണ്ടാലും വളരെ സന്തോഷത്തോടെ ഇടപെടുന്ന പ്രിയപ്പെട്ട കുഞ്ഞുമാമ, ഉള്ള മക്കളായ സാബുക്കെയും ഈ വഴിത്തലയ്ക്കൽ വലിയൊരു ആളുകൾക്ക് വേണ്ടിയൊക്കെയും പ്രവർത്തിക്കുവാനും ദൈവരാജ്യത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി ജീവിക്കാനും കഴിയും. പ്രിയപ്പെട്ട കുഞ്ഞമ്മാമ കഴിഞ്ഞു. മക്കളെയും കൊച്ചുമക്കളെയും കാണുന്നതിനോട് സമൃദ്ധിയിലൊക്കെ സന്തോഷിക്കുന്നതിനും വിദേശത്തൊക്കെ പോകാനും ഒക്കെയും പ്രിയപ്പെട്ട മാതാവിന് കഴിഞ്ഞു. പ്രിയ മാതാവിൻ്റെ വേർപാട് ദുഃഖിച്ചിട്ട് കുടുംബാംഗങ്ങളെ ദൈവതമ്പരാൻ സുഖനാശം പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വ്യക്തിപരമായ പേരിലും എൻ്റെ കുടുംബത്തിൻ്റെ പേരിലും അങ്ങാടി സർവീസ് സഹകരണ ബാങ്കിൻ്റെ ഭരണസമിതിക്ക് വേണ്ടിയും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടിയുള്ള അനുശോചനം അറിയിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. 2007 മുതൽ 2009 വരെയുള്ള 2 വർഷം ഈ ചർച്ചിലെ പാസ്റ്റായിരിക്കാൻ സുഖത്തിലെ ദൈവം എനിക്ക് ഭാഗ്യം തന്നു. ആ കാലങ്ങളിലൊക്കെ അമ്മച്ചി വളരെ ആത്മീയ നിലവാരത്തിൽ ഞങ്ങളോട് ചേർന്ന് ആത്മീയ, ഭൗതിക, ശാരീരിക, സഭയുടെ എല്ലാ വിഷയങ്ങളിലും ആത്മീയമായും ഭൗതികമായും വളരെ സഹകരിക്കുന്ന, മുൻപന്തി നിൽക്കുന്ന ഒരു അമ്മച്ചിയായിരുന്നു. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ആരെങ്കിലും രക്ഷയുടെ അനുഭവത്തിൽ കടന്നു വരാതെ ഉണ്ടെങ്കിൽ ഈ ശുശ്രൂഷ നിങ്ങളുടെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ എഴുതുവാൻ ഇടയാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും വെച്ചൂച്ചിറ ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിൻ്റെ ദുഃഖവും പ്രത്യാശയും അറിയിച്ചുകൊണ്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ. ഞങ്ങളെ വളർത്തിക്കൊണ്ടിരുന്ന സമയത്ത് പല കാര്യങ്ങളിലും പല അനുഭവങ്ങളിലും എൻ്റെ മാതാപിതാക്കൾ വളരെ പ്രയാസത്തിലും ബുദ്ധിമുട്ടിൻ്റെ അനുഭവങ്ങളൊക്കെ കടന്നു പോയിട്ടുണ്ട്. പക്ഷെ അതിലെല്ലാം കടന്നു പോയപ്പോഴും തൻ്റെ മക്കളെ പറ്റിയുള്ള കരുതൽ കാണുവാനും അവരെ പറ്റിയുള്ള റെക്കഗ്നൈസ് ചെയ്യാനുള്ള ആ കഴിവ് എൻ്റെ മാതാപിതാക്കൾ ഉണ്ടായിരുന്നുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്നെയും എൻ്റെ സഹോദരിയെയും ഒരിക്കലും രണ്ടായിട്ട് എൻ്റെ മാതാവ് കണ്ടില്ല. ഓൾവേസ് വൺ ഫോർ ഹർ. അത് വളരെ
തികച്ചും അഭിമാനത്തോടെ എനിക്ക് പറയാൻ കഴിയും, എൻ്റെ മാതാവിന് ഞങ്ങൾ രണ്ടല്ലായിരുന്നു. ഈവൻ ദോ ഞങ്ങൾ രണ്ടുപേരുള്ള പ്രായം വളരെ ദീർഘമായിട്ടുള്ള വ്യത്യാസം ഉണ്ടായിട്ട് പോലും എപ്പോഴും അവളെന്നോ അവനെന്നുള്ള വ്യത്യാസമില്ലായിരുന്നു. ഇറ്റ് വാസ് എപ്പോഴും ഞങ്ങൾ ഒന്നാണെന്ന് കരുതുന്ന ഒരു മാതാവ്. എനിക്ക് തികച്ചും ധൈര്യത്തോടും സന്തോഷത്തോടും പറയാം, എന്നെക്കാളും എൻ്റെ സഹോദരി സോമനിയെക്കാളും മമ്മി ഇഷ്ടപ്പെട്ടിരുന്നത് ഇവിടുത്തെ ഷാരോൻ സഭയാണ്. അതിനകത്ത് യാതൊരു ഡൗട്ടുമില്ല. കാര്യം ചോദിച്ചാൽ ഞങ്ങൾക്ക് കരുതാത്തത് മമ്മി ഷാരോൻ സഭയ്ക്ക് കൊടുക്കുമായിരുന്നു. എനിക്കതിനകത്ത് സങ്കടമില്ല, സന്തോഷമുള്ളൂ. കാര്യം ചോദിച്ചാൽ ഞാനൊരു കാര്യം, ഞാനെന്നും മമ്മിയുമായിട്ട് ഡിബേറ്റ് വഴക്കുണ്ടാക്കുന്ന കാര്യമാണ്. മമ്മി എന്ന് പറഞ്ഞാൽ നീ എന്താ ചർച്ചിന് കൊടുക്കാത്തത്, നീ ചർച്ചിന് കൊടുത്തേലേ ഒക്കത്തുള്ളൂ. ഷീ വാസ് വെരി മച്ച് മമ്മി വളരെ ഡിമാൻഡ് ചെയ്ത് പറയായിരുന്നു, നിന്റെ റെസ്പോൺസിബിലിറ്റിയാണ് ഈ ചർച്ച്. പ്രിയ പോസ്റ്റ് പാസ്റ്റർ പറഞ്ഞു, എൻ്റെ ഹൃദയം വായിക്കുന്നവരാണ് പാസ്റ്റർ പല കാര്യങ്ങളും പറഞ്ഞത്. ഇനി ഞാൻ എന്തെങ്കിലും വിട്ടുകൊണ്ട് ഈ കാര്യങ്ങൾക്ക് വേണ്ടിയെല്ലാം തമ്പിച്ചാനോട് എനിക്ക് നന്ദിയല്ല പറയേണ്ട കാര്യം. തമ്പിച്ചാൻ സകല കാര്യങ്ങളും വളരെ സന്തോഷത്തോടെ ഏറ്റെടുത്ത് ഓടി നിന്ന് സകല കാര്യം ചെയ്തു. വെരി താങ്ക്ഫുൾ. ഷിവപാസ്റ്റർ ഈ വിഷയങ്ങൾ ഞാൻ കേട്ടു. എനിക്ക് ഷിവപാസ്റ്റർ ഞാൻ കണ്ടിട്ടില്ല, വിളിച്ചു സംസാരിച്ചു. ഞാൻ പാസ്റ്റർ പറഞ്ഞു, പാസ്റ്റർ എനിക്ക് ഞാനവിടെ ഇല്ല, എന്താ ചെയ്യുന്നത് പാസ്റ്റർ ആലോചിച്ച് തീരുമാനിക്കുക എന്നോട് പറയുക. അത് എല്ലാ കാര്യങ്ങളും നന്നായിട്ട് ചെയ്യുവാനായിട്ട് കർത്താവിൻ്റെ ദാസനെ ദൈവം സഹായിക്കും. അനുഗ്രഹിച്ചോർത്ത് ദൈവദാസനോടും ദൈവസ്വനോടും നന്ദി പറയുന്നു. കർത്താവിൻ്റെ വലിയ നാമത്തിന് നന്ദിയോടെ സ്തോത്രം. കഴിഞ്ഞ 83 വർഷക്കാലം ഭൂമിയിൽ ജീവിച്ച് പ്രത്യാശയോടും സന്തോഷത്തോടും കൂടെ വീട്ടിൽ കടന്നു പോകുവാൻ പ്രിയ മാതാവിൻ്റെ ഈ അവസരം നൽകിയതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. 1984 മുതലാണ് ഈ കുടുംബങ്ങളുമായിട്ടുള്ള പരിചയവും ബന്ധമൊക്കെ എനിക്കൊണ്ട് അനുഗ്രഹത്തിരുന്നിട്ടുള്ളത്. പണ്ടൊക്കെ വല്ലപ്പോഴൊക്കെ ഒന്ന് ഓടി വരുമായിരുന്നു. ഇപ്പോൾ ഒട്ടും വരാൻ സമയമില്ലാത്ത അന്തരീക്ഷത്തിൽ നീങ്ങുന്നുകൊണ്ട് പലയിടത്തും കയറാനും വരാനും ഒന്നും സാധിക്കാതെ ഒന്നും സാഹചര്യമായിരുന്നു. ഇന്നലെ മോളിൽ വന്ന് സംഭവങ്ങളെക്കുറിച്ചെല്ലാം വിശദമായിട്ട് പറയാനിടയായി തീർന്നു. രണ്ടായാലും കർത്താവിനെ സ്നേഹിച്ചു, ജീവിതം സമർപ്പിച്ചു. ആ വിശ്വാസത്തിലും ആ പ്രത്യാശയിലും ധൈര്യത്തിലും അവസാനിക്കുവാനുള്ള ഭാഗ്യം ദൈവം നൽകി. ജീവനോട് ശേഷിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഡെഡ് ബോഡി ഇങ്ങനെ വെച്ചുകൊണ്ട് ആരെങ്കിലും അവർ പറയുമോ, ഈ വ്യക്തി വിശ്വാസത്തിൽ ജീവിച്ചു, വിശ്വാസത്തിൽ മരിച്ചു. ആ ഒരു സാക്ഷ്യമാണ് നമുക്ക് വേണ്ടത്. വേറെ ഒന്നും നമുക്ക് ആവശ്യമില്ല. ലോകത്തിൽ ഒന്നുമില്ലെങ്കിലും ഭാരപ്പെട്ട് കാര്യമില്ല. എല്ലാവരും കൈവിട്ടാലും വിഷമിക്കേണ്ട കാര്യമില്ല. യേശു തമ്പുരാൻ കൂടെ ഉണ്ടെങ്കിൽ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. അവസാനത്തോളം കൊണ്ടെത്തിക്കുവാനും നിത്യത്തിൽ കൊണ്ടെത്തിക്കുവാനും എൻ്റെ കർത്താവ് വിശ്വസ്തനാകിയാൽ ആ വിശ്വസ്തനായി കർത്താവിൽ നമ്മുടെ ജീവിതത്തെ സമർപ്പിച്ചുകൊണ്ട് ഏത് ക്ലേശങ്ങളും ഭാരങ്ങളും രോഗങ്ങളും നിരാശകളും ഒക്കെ നേരിടാൻ സാഹചര്യം ഉണ്ടെങ്കിലും അകത്തുള്ള പ്രത്യാശ ഉണ്ട് എന്ന് പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ നൊടി നേരത്തേക്കുള്ള ലഘുവായ കഷ്ടം. പ്രസ്ഥാനം മൊത്തമായി, സെമിനാരി മൊത്തമായി, ഞങ്ങളുടെ കുടുംബമായി ദുഃഖത്തിൽ പങ്കുചേരുന്നു. ദൈവം എല്ലാവരെയും ആശ്വസിപ്പിക്കുമാറാകട്ടെ. ദയവായി എഴുന്നേറ്റ് നിൽക്കാവുന്നവർ എഴുന്നേറ്റ് നിൽക്കാം. 1-2 വേദഭാഗങ്ങളുണ്ടെന്ന് വായിക്കും. 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിന്റെ 50-ാം വാക്യം മുതൽ. സഹോദരന്മാരെ, മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യത്തെ അവകാശമാക്കുവാൻ കഴിയുകയില്ല. ദൈവത്വം അദ്വൈതത്തെ അവകാശമാക്കുക ഇല്ല എന്ന് ഞാൻ പറയുന്നു. ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാൻ നാം എല്ലാവരും നിദ്രകൊള്ളുകയില്ല. എന്നാൽ അന്ത്യകാഹളനാദത്തിങ്കൽ പെട്ടെന്ന് കണ്ണുമിക്കുന്നതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷരായി ഉയർക്കുകയും ചെയ്യും. നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. ഈ ദ്രവത്വമുള്ള അദ്വൈതത്തെയും ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കണം. ഈ ദ്രവത്വമുള്ളത് അദ്വൈതത്തെയും ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്ന എഴുതിയ വചനം നിവൃത്തിയാകും. ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഹേ മരണമേ, നിന്റെ വിഷമുള്ള എവിടെ? മരണത്തിൻ്റെ വിഷമുള്ള പാപം, പാപത്തിൻ്റെ ശക്തിയോ ന്യായ പ്രമാണം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ആകയാൽ എൻ്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്ന് അറിഞ്ഞിരിക്കുക. കർത്താവിൻ്റെ പേരിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരും ആകുകയും. 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിന്റെ 1 മുതൽ 10 വരെ. കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായ ദൈവത്തിന് ദാനമായ ഒരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ടെന്ന് അറിയുന്നു. ഈ കൂടാരത്തിൽ ഇറങ്ങിക്കൊണ്ട് ഞങ്ങൾ നഗ്നരായിട്ടല്ല, ഉടുപ്പുള്ളവരായിരിക്കുന്നു എങ്കിൽ സ്വർഗീയമായി ഞങ്ങളുടെ പാർപ്പിടം
അതിന് മീതേ ധരിപ്പാൻ വാഞ്ചിക്കുന്നു. ഉരുവാനെല്ലാം മർത്യമായ ദിജീവനാൽ നീങ്ങിപ്പോകേണ്ടതിന് മീതെ ഉടുപ്പാൻ ഇച്ഛിക്കയാൽ ഞങ്ങൾ ഈ കൂടാരത്തിലിരിക്കുന്നിടത്തോളം ഭാരപ്പെട്ട ഞരങ്ങുന്നു. അതിനായി ഞങ്ങളെ ഒരുക്കിയത് ആത്മാവിനെ അച്ചാരമായി തന്നിരിക്കുന്ന ദൈവം തന്നെ. ആകയാൽ ഞങ്ങളെല്ലാം ഇപ്പോഴും ധൈര്യപ്പെട്ടും ശരീരത്തിൽ വസിക്കുമ്പോഴൊക്കെയും കർത്താവിനോടകന്ന് പരദേശികളായിരിക്കുന്നു എന്നറിയുന്നു. കാഴ്ചയാലല്ല വിശ്വാസത്താലത്രേ ഞങ്ങൾ നടക്കുന്നത്. ഇങ്ങനെ ഞങ്ങൾ ധൈര്യപ്പെട്ട് ശരീരം വിട്ട് കർത്താവിനോട് വസിപ്പാൻ അധികം ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും ഞങ്ങളവനെ പ്രസാദിപ്പിക്കുന്നവരാകുവാൻ അഭിമാനിക്കുന്നു. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ വെളിപ്പെടേണ്ടതാകുന്നു. ഒരു 3 ഹല്ലേലൂയ പറഞ്ഞ് കൊച്ചമ്മ യാത്രയാക്കണം. പ്രത്യാശ ഉണ്ടല്ലോ. അത് കഴിയുമ്പോൾ പാസ്റ്റർ വർഗീസ് ജോസ് മുൻപോട്ട് കിടന്ന് പ്രാർത്ഥിക്കുന്നതായിരിക്കും. ശോഭയേറുവോർനാടുണ്ടാകെ കാണാമേ ദൂരവിശ്വാസത്താൽ താതൻ വാസം നാമൊരുക്കി നിൽക്കുന്നു. വേണം നാം ചേർന്നിടോ ഭാഗ്യേറിയ തീരത്ത്. വേണം നാം ചേർന്നിടോ ഭാഗ്യേറിയ തീരത്ത്. വേഗം നാം ചേർന്നിടോ. ഹല്ലേലൂയ. വേഗം നാം ചേർന്നിടോ. നമുക്ക് 3 ഹല്ലേലൂയ പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വർഗീയ നല്ല പിതാവേ, മരണത്തിൻ്റെ മേലും ജീവൻ്റെ മേലും അധികാരസ്ഥനായ ഞങ്ങളുടെ കർത്താവേ, കഴിഞ്ഞ 83 സംവത്സരം ഭൂമിയിൽ ജീവിച്ചിരുന്ന അനുഗ്രഹീതമായ ഒരു ക്രിസ്തീയ ജീവിതം ചെയ്ത് അങ്ങയിൽ പ്രത്യാശയോടെ ഭക്തിയോടെ അതേ ജീവിച്ച് കഴിഞ്ഞ ദിവസം അങ്ങയുടെ സന്നിധിയിൽ ചേർക്കപ്പെട്ട അങ്ങയുടെ ദാസിക്ക് നൽകിയ ജീവകാലഘട്ടത്തെ ഓർത്ത് ഞങ്ങൾ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഈ യാത്രയിൽ അങ്ങയുടെ സാന്നിധ്യം പകരണമേ കർത്താവേ, യാത്രയിൽ അങ്ങയുടെ കൃപ പകരണമേ കർത്താവേ. ഒരു ഹല്ലേലൂയ പ്രത്യാശ നിർഭരമായ ഒരു യാത്രയെ പുതൻ്റെ ഭൗതിക ശരീരത്തിന് നൽകാൻ എല്ലാവരെയും കർത്താവ് ബലപ്പെടുത്തിയതോർത്ത് സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഞങ്ങളും ഇതുവഴിയായി വരേണ്ടവരാണെന്ന് അറിയുന്നു കർത്താവേ. ഞങ്ങളും അതിനെക്കുറിച്ച് ചിന്തയുള്ളവരായി ഇന്ന് കേട്ട തിരുവചനത്തിൻ്റെ മുമ്പിൽ ആഴമായി സമർപ്പിക്കപ്പെട്ട യേശുനാഥ, അങ്ങയോട് ചേർന്നൊരു വിജയകരമായ ജീവിതം ചെയ്യാൻ ഇതിൽ സംബന്ധിക്കുന്ന എല്ലാവർക്കും ദൈവം കൃപ ചെയ്യണമേ കർത്താവേ. അവിടുത്തെ കൃപ എല്ലാവരും അനുഭവിപ്പാൻ ഇടയാക്കണമേ. മഹത്വത്തിനായി ഏൽപ്പിക്കുന്നു യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധ കൂട്ടായ്മയും ഞങ്ങളോടും വിശേഷാൽ ദുഃഖത്തിലായ എല്ലാ പ്രിയപ്പെട്ടവരും തുടർന്നുള്ള യാത്രയിലും സവിതല ശുശ്രൂഷയുടെയും ഇപ്പോഴേക്കുണ്ടായിരിക്കുമാറാകണമേ. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ. കരയുന്നോ നിങ്ങൾ എന്തിനായി ഞാനൻ സ്വന്ത ദേശത്ത് പോകുമ്പോൾ? കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവം
ദൈവത്തോടുത്തുറങ്ങിടാൻ എത്തുന്നേ ഞാനെന്നാഥൻ്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ. ദേഹമെന്നൊരാ വസ്ത്രമോരി ഞാൻ ആറടി മണ്ണിലാഴ്ത്തവേ, ഭൂമിയെന്നൊരാ കൂടുവിട്ടു ഞാൻ സ്വർഗമാം വീട്ടിൽ ചെല്ലവേ, മാലാഖമാരും ദൂതരും മാറി മാറി ഉണർന്നു പോ. ആധിവ്യാധികൾ അന്യമായി കർത്താവേ ജന്മം ധന്യമായി. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനെന്നാഥൻ്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ. സ്വർഗരാജ്യത്തിൽ ചെന്ന നേരത്ത് കർത്താവെന്നോട് ചോദിച്ചു, സ്വന്ത ബന്ധങ്ങൾ വിട്ടു പോന്നപ്പോൾ നൊന്തു നീറിയോ നിന്മനം? ശങ്ക കൂടാതെ ചൊല്ലി ഞാൻ, കർത്താവേ ഇല്ല തെല്ലുമേ. എത്തി ഞാനെത്തി സന്നിധേ, ഇത്ര നാൾ കാത്ത സന്നിധേ. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനെന്നാഥൻ്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ. കരയുന്നോ നിങ്ങൾ എന്തിനായി ഞാൻ സ്വന്ത ദേശത്ത് പോകുമ്പോൾ? കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. സമയമാ രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു, എൻ സ്വദേശം കാൺമതിന്നു ബദ്ധപ്പെട്ടോടിടുന്നു. എൻ സ്വദേശം കാൺമതിന്നു ബദ്ധപ്പെട്ടോടിടുന്നു. സമയമാ രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു, എൻ സ്വദേശം കാൺമ
എൻ സ്വദേശം കാൺമതിന്നു ബദ്ധപ്പെട്ടോടിടുന്നു. ആകെയൽപനേരം മാത്രം എന്റെ യാത്ര തീരുവാൻ യേശുവേ നിനക്കു സ്തോത്രം. വേഗം നിന്നെ കാണും ഞാൻ. യേശുവേ നിനക്കു സ്തോത്രം. വേഗം നിന്നെ കാണും ഞാൻ. നേരം മാത്രം എന്റെ യാത്ര തീരുവാൻ യേശുവേ നിനക്കു സ്തോത്രം. വേഗം നിന്നെ കാണും ഞാൻ. യേശുവേ നിനക്കു സ്തോത്രം. വേഗം നിന്നെ കാണും ഞാൻ. രാവിലെ ഞാൻ ഉണരുമ്പോൾ ഭാഗ്യമുള്ളോർ നിശ്ചയം എന്റെ യാത്രയുടെ അന്ത്യം ഇന്നലെ കാളടുപ്പം. എന്റെ യാത്രയുടെ അന്ത്യം ഇന്നലെ കാളടുപ്പം. ആകെയൽപനേരം മാത്രം എന്റെ യാത്ര തീരുവാൻ യേശുവേ നിനക്കു സ്തോത്രം. വേഗം നിന്നെ കാണും ഞാൻ. ജീവിതത്തിൽ നല്ല നാളുകൾ യേശു കർത്താവിനെ അറിയുവാൻ നല്ല കുടുംബ ബന്ധങ്ങൾ കുഞ്ഞുങ്ങളെല്ലാം കർത്താവ് കൊടുത്തത് കൊണ്ട് നന്ദി കർത്താവേ. ലഭിച്ച നാളിലെല്ലാം കർത്താവിന് വേണ്ടി പ്രവർത്തിപ്പാൻ പ്രയോജനപ്പെടുവാൻ നീ കൊടുത്ത ഭാഗ്യത്തിനായി നന്ദി. മക്കളെയും മരുമക്കളെയും കൊച്ചുമക്കളെയും കണ്ട് വളരെ സന്തോഷം ആസ്വദിക്കുവാൻ ദൈവം കൊടുത്ത എല്ലാ നന്മകൾക്കായി നന്ദി പറയുന്നു. നിന്റെ സമയമായപ്പോൾ കഴിഞ്ഞ ദിവസം താൻ പ്രിയം വെച്ച നിത്യത്തിലേക്ക് ചേർക്കപ്പെടുവാനായിട്ട് കഴിഞ്ഞതിനായി സ്തോത്രം ചെയ്യുന്നു. കാവ്യ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ചെയ്യാൻ കഴിയുന്നതായ ഏറ്റവും അവസാന ശുശ്രൂഷ ഭവനത്തിൽ വെച്ച് ചെയ്യുവാൻ ദാസന്മാർക്ക് നീ കൊടുത്ത ഭാഗ്യത്തിനായി നന്ദിയോടെ സ്തോത്രം. വിലാപയാത്രയായി ഡെഡ് ബോഡിയുമായിട്ട് ഞാൻ ശ്മശാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ നടക്കുന്ന ശുശ്രൂഷകളെ കർത്താവ് ആദരിക്കണം എന്ന് അവിടുത്തോട് പ്രാർത്ഥിക്കുന്നു. ദുഃഖത്തിലായിരിക്കുന്ന എല്ലാവരെയും കർത്താവ് സമാശ്വസിപ്പിക്കണമേ, ദിവ്യാശ്വാസത്താൽ നിറച്ചു കൊള്ളണമേ എന്ന് അവിടുത്തെ പ്രാർത്ഥിക്കുകയാണ്. ശുശ്രൂഷകൾ ചെയ്യുവാൻ ദാസന്മാരെ ബലപ്പെടുത്തണം, മഹത്വത്തിന് ആ സഹലവും ചെയ്യണം. യേശു ക്രിസ്തുവിന്റെ ധന്യമായ നാമത്തിൽ തന്നെ. എന്നാൽ ക്രിസ്തുവിൽ ആദ്യ ഫലമായി മരിച്ചവരുടെ ഇടയിൽ നിന്ന് വേർതിരിക്കുന്നു. മനുഷ്യൻ മൂലം മരണം ഉണ്ടാകിയാൽ മരിച്ചവരുടെ പുനരുദ്ധാനവും മനുഷ്യൻ മൂലം ഉണ്ടായി. ആദാമിൽ എല്ലാവരും മരിക്കുന്ന പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിക്കപ്പെടും. ഓരോരുത്തരും താന്താന നിലയിലത്രേ. ആദ്യ ഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ. അവൻ്റെ വരവെങ്കിൽ പിന്നെ അവസാനം. അന്ന് അവൻ എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും നീക്കം വരുത്തിയിട്ട് രാജ്യം പിതാവായ ദൈവത്തെ ഏൽപ്പിക്കും. പക്ഷേ ഒരുവൻ മരിച്ചവർ എങ്ങനെ ഉയർക്കുന്നു എന്നും ഏതുവിധം ശരീരത്തോട് വരുന്നു എന്നും ചോദിക്കും. മൂടാ, നീ വിതയ്ക്കുന്നില്ല എങ്കിൽ ജീവിക്കുന്നില്ല. നീ വിതയ്ക്കുന്നതോ ഉണ്ടാകുവാനുള്ള ശരീരമല്ല, ഗോതമ്പിന്റെയോ മറ്റു വല്ലതിന്റെയോ വെറും മണിയത്രേ വിതയ്ക്കുന്നത്.
ദൈവമോ തന്റെ ഇഷ്ടം പോലെ അതിനൊരു ശരീരവും ഓരോ വിത്തിന് അതിന്റെ ശരീരം കൊടുക്കുന്നു. സകല മാംസം ഒരുപോലുള്ള മാംസമല്ല. മനുഷ്യരുടെ മാംസം വേറെ, കന്നുകാലിയുടെ മാംസം വേറെ, പക്ഷിയുടെ മാംസം വേറെ, മത്സ്യങ്ങളുടെ മാംസം വേറെ. സ്വർഗീയ ശരീരങ്ങളും ഭൗമ ശരീരങ്ങളും ഉണ്ട്. സ്വർഗീയ ശരീരം ദേശു വേറെ, ഭൗമശരീര ദേശു വേറെ. സൂര്യന്റെ ദേശു വേറെ, ചന്ദ്രന്റെ ദേശു വേറെ, നക്ഷത്രങ്ങളുടെ ദേശു വേറെ. നക്ഷത്രവും തമ്മിൽ തേജസ് കൊണ്ട് ഭേദമുണ്ടല്ലോ. മരിച്ചവരുടെ പുനരുത്ഥാനവും അവണ്ണം തന്നെ. ദ്രവത്വത്തിൽ വിതയ്ക്കപ്പെടുന്നു, അദ്രവത്വത്തിൽ ഉയർക്കുന്നു. അപമാനത്തിൽ വിതയ്ക്കപ്പെടുന്നു, തേജസ്സിൽ ഉയർക്കുന്നു. ബലഹീനതയിൽ വിതയ്ക്കപ്പെടുന്നു, ശക്തിയിൽ ഉയർക്കുന്നു. പ്രാകൃത ശരീരം വിതയ്ക്കപ്പെടുന്നു, ആത്മീയ ശരീരം ഉയർക്കുന്നു. പ്രാകൃത ശരീരമുണ്ടെങ്കിൽ ആത്മീക ശരീരമുണ്ട്. ഒന്നാം മനുഷ്യനായ ആദാം ജീവനുള്ള ദേഹിയായി തീർന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഒടുക്കത്തെ ആദാം ജീവിപ്പിക്കുന്ന ആദാം ആത്മാവായി. എന്നാൽ ആത്മീകമല്ല, പ്രാകൃതമത്തെ ഒന്നാമത്തേത്. ആത്മീകം പിന്നത്തേതിൽ വരുന്നു. ഒന്നാം മനുഷ്യൻ ഭൂമിയിൽ നിന്ന് മണ്ണ് കൊണ്ടുള്ളവൻ. രണ്ടാം മനുഷ്യൻ സ്വർഗത്തിൽ നിന്നുള്ളവൻ. മണ്ണ് കൊണ്ടുള്ളവനെ പോലെ മണ്ണ് കൊണ്ടുള്ളവനും സ്വർഗീയനെ പോലെ സ്വർഗീയന്മാരും ആകുന്നു. നാം മണ്ണ് കൊണ്ടുള്ളവന്റെ പ്രതിമ ധരിച്ചതുപോലെ സ്വർഗീയന്റെ പ്രതിമയും ധരിക്കും. സഹോദരന്മാരെ, മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യത്തെ അവകാശമാക്കാൻ കഴിയുകയില്ല. ദ്രവത്വം അദ്വൈത്വത്തെ അവകാശമാക്കുകയുമില്ല എന്ന് ഞാൻ പറയുന്നു. ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം. നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല. എന്നാൽ അന്ത്യകാകളനാദിത്യങ്ങൾ പെട്ടെന്ന് കണ്ണിവയ്ക്കുന്നിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം ധ്വനിക്കും, മരിച്ചവർ ഉയർക്കും. നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മധ്യമായ അമർത്യത്തെയും ധരിക്കണം. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മധ്യമായ അമർത്യത്തെയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്നെഴുതിയ വചനം നിവൃത്തിയാകും. ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഹേ മരണമേ, നിന്റെ വിഷമുള്ള എവിടെ? മരണത്തിന്റെ വിഷമുള്ള പാപം, പാപത്തിന്റെ ശക്തിയോ ന്യായപ്രമാണം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ആകയാൽ എന്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുരുങ്ങാത്തവരും നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്നറിഞ്ഞിരിക്കുക. കർത്താവിന്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരുമാകുകയും സന്തോഷം തീരാത്ത സന്തോഷം തീരാത്ത സന്തോഷം പ്രാപിക്കുമവർ. തീരാത്ത സന്തോഷം തീരാത്ത സന്തോഷം തീരാത്ത സന്തോഷം പ്രാപിക്കുമവർ. ശുദ്ധിമാന്മാർ കാഹളനാദം കേൾക്കുന്ന മാത്രയിൽ മണ്ണിലുറങ്ങിടുന്ന ശുദ്ധിമാന്മാർ കാഹളനാദം കേൾക്കുന്ന മാത്രയിൽ പെട്ടെന്നുയർന്നു വാനിൽ ഓടിക്കൊണ്ടായിരുന്നതുപോലെ ഭൂമിയിലേക്ക് തിരികെ ചേരുമെന്നും ആത്മാവ് നൽകിയ ദൈവത്തിനടുക്കിലേക്ക് പോകുമെന്ന് എഴുതിയിരിക്കുന്ന വചനപ്രകാരം പ്രിയ മാതാവിൻ്റെ ആത്മാവിനെ കഴിഞ്ഞ ദിവസം ദൈവത്തിന് ചേർത്തുള്ളവരുടെയായിട്ടുണ്ട്. പണിയെടുത്ത ഈ ഭൗതികമായ ശരീരം കർത്താവ് നൽകിയ പെരുന്നാളത്തോടും പ്രധാനത്തിന്റെ ശബ്ദത്തോടും ദൈവത്തിന് കാരണത്തോടും ഇറങ്ങി വരുമ്പോൾ രൂപാന്തരിക്കപ്പെട്ട ശരീരത്തോടും ഉയർത്തെഴുന്നേറ്റ വിശ്വാസത്തോടുകൂടെ മണ്ണിന് വണ്ണം കുഴിക്ക് കുഴിയും ചാരത്ത് ചാരുമായ ഭൂമിയെ മടക്കി ഏൽപ്പിക്കുന്നു. ശുദ്ധിമാന്മാർ കാഹളനാദം കേൾക്കുന്ന മാത്രയിൽ മണ്ണിലുറങ്ങിടുന്ന ശുദ്ധിമാന്മാർ കാഹളനാദം കേൾക്കുന്ന മാത്രയിൽ പെട്ടെന്നുയർന്നു വാനിൽ ചേർന്നിടുമേ. പെട്ടെന്നുയർന്നു വാനിൽ ചേർന്നിടുമേ. തീരാത്ത സന്തോഷം തീരാത്ത
സന്തോഷം തീരാത്ത സന്തോഷം തീരാത്ത സന്തോഷം തീരാത്ത സന്തോഷം തീരാത്ത സന്തോഷം ഗംഭീരനാദത്തോടോ പ്രധാന ദൈവദൂതശബ്ദത്തോടോ കർത്താവോദാൻ ഗംഭീരനാദത്തോടോ പ്രധാന ദൈവദൂതശബ്ദത്തോടോ സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി വന്നിടുമ്പോൾ സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി വന്നിടുമ്പോൾ എത്രയോ സന്തോഷം എത്രയോ സന്തോഷം എത്രയോ സന്തോഷം മധ്യാകാശത്തിൽ. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, തിരുനാമത്തിന് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ദേവദാസിയുടെ ഭൗതിക ശരീരമായി ശ്മശാനത്തിലേക്ക് കടന്നു വരുവാൻ അങ്ങനെയുള്ള പ്രത്യാശയോടെ ശുശ്രൂഷകൾ ചെയ്യുവാൻ കർത്താവ് സാവകാശം നൽകിയതുകൊണ്ട് സ്തോത്രം. ഭൂമിയിൽ താൻ കാണിച്ച മാതൃക പിൻപറ്റുവാനും എന്റെ വചനപ്രകാരം ജീവിതം നയിപ്പാനും ജീവിച്ചിരിക്കുന്ന ഏവരെയും സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷയിൽ സംബന്ധിച്ച് ഏവരെയും അനുഗ്രഹിക്കണമേ. തങ്ങളുടെ ഭാവി പ്രത്യാശ പുതുക്കുവാൻ, കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങുവാൻ പ്രിയപ്പെട്ടവരെ സഹായിക്കണം. ശുശ്രൂഷയ്ക്കായി അങ്ങയുടെ വലിയദാസനെ ശക്തീകരിച്ചുകൊണ്ട് സ്തോത്രം. സർവമഹത്വം അങ്ങെടുക്കണം, വരവിനായിട്ട് ഒരുക്കണം. സകലതും ഞങ്ങൾക്ക് വേണ്ടി ജീവനെ വെടിഞ്ഞ രക്ഷകന്റെ അൻപുള്ള നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്നു. ദയോടെ കേൾക്കുമാറാകണമേ. നമ്മുടെ കർത്താവിന്റെ രക്ഷിതാവായ യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ ഞങ്ങളോടും വിശേഷാൽ ദുഃഖകാരികളുടെ എല്ലാ മക്കളോടും കൂടെ ഇപ്പോഴും ഉണ്ടായിരിക്കുമാറാകണം.